മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കടുത്ത അതൃപ്തിയിൽ യുഡിഎഫിന്റെ ഘടകകക്ഷികൾ. പാണക്കാട് അടിയന്തര ലീഗ് യോഗം ചേർന്നു. വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ മാറ്റം വരുത്തേണ്ട എന്നാണ് ലീഗിന്റെ തീരുമാനം. കോൺഗ്രസിനെതിരെയും നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞ ശേഷം അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ ലീഗിന്റെ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞങ്ങളുടെ നേതൃയോഗം കഴിഞ്ഞു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഈ മീറ്റിംഗ് എല്ലാ കാര്യങ്ങളും തങ്ങളെ ഓതറൈസ് ചെയ്തു. ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തങ്ങളെ അധികാരപ്പെടുത്തി. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, ലീഗ് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹി തീരുമാനം കാക്കുന്നു എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി യോഗത്തിന് ശേഷം പറഞ്ഞത്. മറ്റു തീരുമാനങ്ങൾ എടുക്കാനും അത് അറിയിക്കാനും അതിന് മന്ത്രിസഭാ ചർച്ചയാണെങ്കിൽ അങ്ങനെയും അതിനും തങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതുകൂടി ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു. മാധു, തീർച്ചയായും മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കടുത്ത അതൃപ്തിയാണ് ഇന്നിപ്പോൾ പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗിന്റെ അടിയന്തര യോഗം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഭൂരിപക്ഷ നേതാക്കളും സമാനമായുള്ള അഭിപ്രായമാണ് യോഗത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച യുഡിഎഫിന്റെ വിജയത്തിന് തിളക്കത്തിന് ശോഭ കെടുത്തുന്നതാണ് നിലവിലെ ചർച്ചകൾ. കോൺഗ്രസിന്റെ തീരുമാനം വൈകുന്നത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വഷളാക്കുന്നു എന്നുള്ളതാണ് യോഗത്തിൽ അഭിപ്രായമുയർന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാട്, വി.ഡി. സതീശനെ പിന്തുണക്കുന്ന നിലപാടിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. പല നേതാക്കളും മുസ്ലിം ലീഗിന്റെ നേതാക്കളെ, പി കെ കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഉൾപ്പെടെയുള്ള നേതാക്കളെ അനുനയിപ്പിച്ചുകൊണ്ട് തീരുമാനം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും വി.ഡി. സതീശന് അനുകൂലമായി ലീഗ് സ്വീകരിച്ച നിലപാടിൽ നിന്ന് മാറ്റം വരുത്തേണ്ടതില്ല എന്നുള്ളതും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നതിന് ശേഷം ഇക്കാര്യങ്ങൾ ഒരു പ്രഖ്യാപനം, ലീഗ് നിലപാടുൾപ്പെടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുമെന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സാദിഖ് അലി ശിഹാബ് യോഗത്തിന്റെ പൊതുവികാരം എന്തായിരുന്നു? മാത്രമല്ല ലീഗ് ഈ കാര്യങ്ങളിൽ ഒരു ടേക്ക് എടുക്കുന്നതിൽ കൃത്യമായ ഒരു അതൃപ്തി ഉണ്ടല്ലോ കോൺഗ്രസിനകത്ത്. അക്കാര്യങ്ങളടക്കം ചർച്ചയായിട്ടുണ്ടാകുമല്ലോ. ആദ്യം മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിനു ശേഷം മന്ത്രിസഭ വന്നതിനു ശേഷം ലീഗിനെതിരെ വിമർശനം ഉന്നയിച്ച ആളുകൾക്ക് ആ വിഷയം ചർച്ച ചെയ്ത് മറുപടി പറയാമെന്നുള്ളതാണ് ലീഗ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. യുഡിഎഫിന്റെ മന്ത്രിസഭ വരട്ടെ, മുഖ്യമന്ത്രി വരട്ടെ, അതിനു മുൻപ് തന്നെ പ്രശ്നങ്ങൾ സംസാരിച്ച് വഷളാക്കേണ്ടതില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപനം കോൺഗ്രസ് നടത്തട്ടെ, അതിനാണ് ആദ്യം പ്രാധാന്യം നൽകേണ്ടത്. അതിനു മുൻപ് എം ഹസനും മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം ലീഗിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾ വേണ്ടതില്ല എന്നുള്ളതാണ് യോഗത്തിന്റെ തീരുമാനം. ഉന്നത നേതാക്കൾ ആരും ഇക്കാര്യത്തിൽ സംസാരിക്കേണ്ടതില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രസക്തിയില്ല എന്ന എം ഹസന്റെ പ്രതികരണത്തിൽ വലിയ അതൃപ്തി മുസ്ലിം ലീഗിനുണ്ട്. പക്ഷേ കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തേണ്ടതില്ല. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് വളരെ വേഗം തീരുമാനിക്കണം. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമല്ലോ എന്ന ചോദ്യം കുഞ്ഞാലിക്കുട്ടിയുടേത് വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന് നൽകിയ ഒരു മുന്നറിയിപ്പായിട്ട് കൂടി വിലയിരുത്തേണ്ടി വരും. ഒരുപക്ഷെ ഇനിയും വൈകുകയാണെങ്കിൽ കടുത്ത നിലപാടിലേക്ക് മുസ്ലിം ലീഗ് പോകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇന്നത്തെ നേതൃയോഗം നൽകിയിട്ടുള്ളത്. മാധു, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. ലീഗ് നേതൃയോഗം, അടിയന്തര നേതൃയോഗം ഇന്ന് രാവിലെ പാണക്കാട്ട് ചേർന്നു. ലീഗിന്റെ തീരുമാനത്തിൽ നിന്ന് ലീഗ് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗിന്റെ തീരുമാനം കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു. ഇനി ദില്ലി തീരുമാനം വരട്ടെ, ശേഷം പറയാമത് തങ്ങൾ പറയുമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് CPM-ന് രക്ഷപ്പെടാനുള്ള വഴിയായെന്ന് RSP നേതാവ് NK പ്രേമചന്ദ്രൻ. CPM-ന്റെ രാഷ്ട്രീയ പരാജയം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല. ഭരണ ദുരന്തം തുറന്നുകാട്ടാനുള്ള അവസരമാണ് നഷ്ടമായത് എന്നും NK പ്രേമചന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശ്രീ M ഹസൻ പറഞ്ഞ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു പരാമർശം, ഘടകകക്ഷികൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്ന് നടത്തിയ പരാമർശം വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള പരാമർശമാണ്. ഓരോ പാർട്ടിക്കും അഭിപ്രായം ഉണ്ടാകും, പക്ഷെ ആരും ആ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചില്ല. എവിടെയാ പ്രകടിപ്പിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ ഞങ്ങളുമായി ചർച്ച ചെയ്യണം, കാണണമെന്ന് ആഗ്രഹിച്ചു. രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ച നടത്തിയപ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവരോടൊപ്പം പറഞ്ഞു എന്നുള്ളതല്ലാതെ പൊതുമണ്ഡലത്തിൽ പോലും ഞങ്ങൾ ആ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് വളരെ വളരെ ഖേദകരമായി പോയി എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ വേഗത്തിൽ തീരുമാനമെടുക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. വൈകൽ UDF വിജയത്തിന്റെ തിളക്കം കുറയ്ക്കുന്നുവെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ പരസ്യമായി പക്ഷം ചേരില്ല, എന്നാൽ ജനവികാരം പരിഗണിക്കണമെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, 10 ദിവസം അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം വൈകുന്നതിൽ സ്വാഭാവികമായും UDF-ൽ എതിർപ്പുയരും. അത് ജോസഫ് വിഭാഗത്തിൽ നിന്നുകൂടി ഉണ്ടാവുകയാണ്.
മാധു, കാത്തിരുന്ന് ഘടകകക്ഷികളും മടുത്തു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വേഗത്തിൽ തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഇക്കാര്യത്തിൽ നേരിടേണ്ടി വരും എന്നൊരു വികാരം പൊതുവിൽ ഘടകകക്ഷികൾക്കുണ്ട് എന്താണ് വളരെ ശ്രദ്ധേയമായ കാര്യം. എനിക്കിന്ന് തോന്നുന്നു ഇന്നത്തെ പ്രതികരണത്തിൽ ഏറ്റവും കൗതുകമുള്ള പ്രതികരണം RSP നേതാവ് ഷിബു ബേബി ജോണിൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇതിനൊക്കെ പറയേണ്ട ഒരു നാടൻ ശൈലിയും പ്രയോഗവും ഉണ്ട്, തുടർന്നും ഈ ബന്ധം തുടർന്നു പോകേണ്ടതുണ്ട്, അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. എത്രമാത്രം അസ്വസ്ഥതയുണ്ട് ഈ കാര്യത്തിൽ എന്നത് ആ വാക്കുകളിൽ തന്നെ പ്രകടമാണ്. ജോസഫ് ഗ്രൂപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ അവർ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് ഉള്ള രണ്ടാമത്തെ പാർട്ടി അല്ലെങ്കിൽ ലീഗ് കഴിഞ്ഞാലുള്ള പാർട്ടി എന്ന് കാണാം. 8-7 ജയിച്ച പാർട്ടിയാണ്. അവർ പറയുന്നത് വളരെ വേഗത്തിലൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ അത് ഈ വിജയത്തിന്റെ തിളക്കം കുറയ്ക്കും, അത് പ്രതിപക്ഷത്തിനാണ് അല്ലെങ്കിൽ CPM-നാണ് ഇത് ഗുണം ചെയ്യാൻ പോകുന്നത്. കാരണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാത്ത പക്ഷം അവരുടെ തോൽവി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, വളരെ വേഗത്തിൽ പോയാലേ ജനങ്ങൾ അത് സ്വീകരിക്കുകയുള്ളൂ, അംഗീകരിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല അവർ പക്ഷേ ഇതിൽ പക്ഷം പിടിക്കാനൊന്നുമില്ല. ജോസഫ് ഗ്രൂപ്പ് ആരെ വേണം എന്ന് പറയുന്നില്ലെങ്കിലും അവരുടെ പ്രതികരണത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്, ജനവികാരം പരിഗണിക്കണം, ജനങ്ങളുടെ ആഗ്രഹവും താല്പര്യവും പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചുകൊണ്ട് പരസ്യമായി ഒരു പേരൊന്നും പറയുന്നില്ലെങ്കിൽ അവർ പറയുന്നത് ജനവികാരം പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ച് തീരുമാനമെടുത്തത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, അല്ലാതെ ഈ കാലതാമസം ഉണ്ടാവുകയല്ല വേണ്ടത്. അതുകൊണ്ട് ആരെയും നേതാക്കളുടെ പക്ഷമൊന്നും പിടിക്കുന്നില്ല, പക്ഷേ വേഗത്തിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. ഘടകകക്ഷികൾക്ക് അഭിപ്രായം പറഞ്ഞുകൂടാ എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ വന്നത് തന്നെ ഘടകകക്ഷികൾ തള്ളുന്നുണ്ട്. അതൊക്കെ ദൗർഭാഗ്യകരമാണ്. UDF ഒരു ടീമായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്, ഇനി ഭരണവുമായി മുന്നോട്ട് പോകേണ്ടതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്നത്, അവർ ഘടകകക്ഷികളെല്ലാം ഒന്നടങ്കം തന്നെ പറയുന്നുണ്ട്. ഇതിനൊക്കെ അവർ നേതാക്കളെയും ഹൈക്കമാൻഡിനെയൊക്കെ അതിനെ സംബന്ധിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞതുമാണ്. അവർ പറയുന്നത് ഇതാണ്, വളരെ കൃത്യമാണത്. ജനവികാരം പരിഗണിച്ചുള്ള ഒരു തീരുമാനം വളരെ വേഗത്തിൽ എടുക്കുകയും അത് പ്രഖ്യാപിക്കുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതുമായി മുന്നോട്ട് പോവുകയും വേണം. അല്ലാത്ത പക്ഷം തിരിച്ചടി ഉണ്ടാകും. അല്ലാത്ത പക്ഷം ജനങ്ങളുടെ മുന്നിൽ അതിന് മറുപടി പറയാൻ കഴിയാതെ ഉഴലുന്നൊരു സാഹചര്യം UDF-നുണ്ടാകും എന്നത് തന്നെയാണ് എന്ന വികാരമാണ് ഘടകകക്ഷികൾ ഒന്നടങ്കം പറയുന്നത്. കാരണം ഇന്ന് 10ാം ദിനമാണ്. ഇന്ന് വരും എന്ന് പ്രത്യാശിക്കുന്നു, ഇന്ന് വരും നാളെ വരും എന്ന കാത്തിരിപ്പ് ഇങ്ങനെ നീളുന്നു. ഇതിലെ അസ്വസ്ഥത ഘടകകക്ഷികൾ ഒന്നടങ്കം പ്രകടിപ്പിക്കുന്നുണ്ട്. ലീഗിന് പിന്നാലെ PJ ജോസഫ് വിഭാഗവും കൃത്യമായി തീരുമാനം വേഗത്തിൽ വേണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യമായി വരുന്നത്. ഇതിനപ്പുറത്തേക്ക് കാത്തിരിക്കാൻ കഴിയില്ല എന്നുള്ളതും. കാരണം ഒരു വലിയ വിജയം സ്വന്തമാക്കിയിട്ടതൊന്ന് ആഘോഷിക്കാൻ കഴിഞ്ഞില്ല, പരാജയപ്പെടുത്തിയവരെ ഒന്ന് കളിയാക്കാൻ പോലും കഴിഞ്ഞില്ല, പകരം തിരിച്ച് ട്രോൾ മഴ ഏൽക്കേണ്ടി വരികയാണ് എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് ഘടകകക്ഷികൾ എല്ലാവരും ഈ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.